KCL ആവേശത്തിന്റെ ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. മൂന്നാം സീസൺ തുടങ്ങാൻ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. കഴിഞ്ഞ തവണ കപ്പടിച്ച ജേതാക്കളായ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിന്റെ രണ്ട് ഓണറും കോണറും ഉണ്ട്. അതുപോലെ തന്നെ കോച്ച് നമ്മളോടൊപ്പം റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. വളരെ കുറച്ച് ദിവസം ഇനി ഉള്ളൂ. എല്ലാവരും ടെൻഷനിലാണ്. ബ്ലൂ ടൈഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതൽ ടെൻഷൻ ഉണ്ടാവും. കാരണം കഴിഞ്ഞ തവണ നമുക്ക് കപ്പ് കിട്ടി. ഇത്തവണ നിലനിർത്തുക എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ഉത്തരവാദിത്വമാണ് നമുക്ക്. അപ്പം എങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാണ്? അതിന്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം ഓണറിനോട് തന്നെ ചോദിക്കാം. പറഞ്ഞോളൂ. ടെൻഷനൊന്നുമില്ല, ഫുൾ കൂളാണ്. ഒരു ടെൻഷനും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം വളരെ കൂളായിട്ടാണ് നമ്മൾ കളിക്കുക. ബാക്കി ലെറ്റ് ദ മാജിക് ഹാപ്പൻ, ലെറ്റ് ദ ബ്ലൂ മാജിക് ഹാപ്പൻ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസി. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ കോച്ചിനോട് സംസാരിച്ചപ്പോൾ കോച്ചിന്റെ അടുത്ത് പറയായിരുന്നു, ഫസ്റ്റ് സീസൺ കഴിഞ്ഞു, സെക്കൻഡ് സീസൺ കഴിഞ്ഞു, തേർഡ് സീസൺ കഴിഞ്ഞു. ഇപ്പോൾ ഓരോ തവണയും നമുക്ക് ടെൻഷനൊന്നുമില്ല. നമ്മളെ കളർ ഇങ്ങനെ കൂടി വരികയാണ്, കളർ ഇങ്ങനെ കൂട്ടി വരികയാണ്. അപ്പം ആ ബ്ലൂവിന്റെ കുറച്ചും കൂടി ഓരോ സീസൺ കഴിയുന്നതോറും ബ്ലൂവിന്റെ വേറെ മാജിക്സ് ആണ് നമ്മൾ കാണുന്നത്. അപ്പം ഇത്തവണ ആ മാജിക് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത്തവണ ഞങ്ങൾ അത് തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇത് വർക്കൗട്ടായി. ഞാൻ കുറച്ച് മുമ്പ് ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ പറയായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സഞ്ജുവിനെ 28.6 lakhs എടുത്തപ്പോൾ പലരും പറഞ്ഞു സഞ്ജുവിനെ എടുത്തു, ഇനി പൈസയൊന്നുമില്ല, ബാക്കി ടീം സഞ്ജു ഔട്ടാകുമ്പോൾ ടീം തോക്കും എന്നുള്ളത്. പക്ഷേ സഞ്ജു കളിച്ചു, ടീമും കളിച്ചു, ജയിച്ചു. പിന്നെ ഏഷ്യ കപ്പ് വന്നപ്പോഴത്തേക്കും സഞ്ജു പോയി. അതിനുശേഷം സഞ്ജു ഇല്ലാതെയും ടീം കളിച്ച് ജയിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു സഞ്ജു പോയതുകൊണ്ട് ഇനി തോക്കും എന്ന് പറഞ്ഞു. സഞ്ജു പോയിട്ടും ജയിച്ചു. പിന്നെ സെമിയിൽ കയറി, ഫൈനലിൽ കയറി, കപ്പ് അടിച്ചു. സോ ദ ബ്ലൂ മാജിക് ഈസ് ആക്ച്വലി വർക്കിംഗ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, നോർമലി എന്താ സംഭവം എന്ന് ചോദിച്ചാൽ KCL എന്ന് പറയുന്ന ഒരു ലോഞ്ച് പ്ലാറ്റ്ഫോമാണ്. ഇവിടുന്ന് ആൾക്കാർക്ക് IPL-ലേക്കും ഇന്ത്യൻ ടീമിലേക്കും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ച് കയറാനുള്ള ഒരു ചെറിയ ലോഞ്ച് പ്ലാറ്റ്ഫോം, ഒരു 15 ദിവസം 20 ദിവസം ഒരു പ്ലാറ്റ്ഫോം മാത്രമാണിത്. അപ്പോൾ സഞ്ജു തന്നെ പല പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, വളരെ പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, KCL കളിച്ചൊരു ഫീല് പുള്ളിക്ക് ആ വേൾഡ് കപ്പ് മാച്ചസിൽ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ സഞ്ജുവിനെ പോലുള്ള ഒരാൾ, അത് സഞ്ജുവിൻ്റെ വലിയ മനസ്സാണ് അത് പറയാനുള്ളത്. പക്ഷേ സഞ്ജുവിനെ പോലുള്ള ഒരാൾ അങ്ങനെ പറയുമ്പം KCL എന്തുമാത്രം ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ആ സഞ്ജുവിന് കിട്ടിയ പോലത്തെ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ട്രെയിനിങ് മാത്രമാണ് നമുക്ക് ബ്ലൂ മാജിക് വഴി അല്ലെങ്കിൽ ഈ ടീം വഴി ഇവിടുത്തെ ആൾക്കാർക്ക് കിട്ടുള്ളൂ. അതൊരു ലോഞ്ച് പ്ലാറ്റ്ഫോമായിട്ട് ഇവർ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതാണ് ഞങ്ങൾക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന രീതിയിൽ കൂടി നമ്മൾ ഇതിനെ മുന്നോട്ടേക്ക് വെക്കുകയാണ് തോന്നുന്നില്ല. കാരണം പുതുതായിട്ട് വളർന്നു വരുന്ന കളിക്കാർക്ക് കേരളത്തിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം അല്ല. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ KCL നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ അവരുടെ ചലഞ്ച് ഒരു ഓർഗനൈസേഷൻ ആണ്. അവരുടേതായ ചലഞ്ചസും ലിമിറ്റേഷൻസിലും ഒക്കെയാണ് അവർ പോകുന്നത്. ഇപ്പോൾ BCCIയും KCAയും ഇത്രയും പൈസ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം ഈ ഒരു പ്ലാറ്റ്ഫോം നടത്തണമെങ്കിൽ തന്നെ 30 കോടി രൂപ ഫ്രാഞ്ചൈസികളും KCAയും കൂടെ ഓരോ സീസണിലും മുടക്കണം. എങ്കിൽ ഇത് ചെറുതായിട്ട് നടത്താൻ പറ്റും. ചെറുതായിട്ട് നടത്തിയാൽ പിന്നെ നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല, ബ്രോഡ്കാസ്റ്റിംഗ് ഇല്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അത് ഓപ്പർച്യൂണിറ്റി അല്ലാതായി മാറും. ഇപ്പോൾ കേരളത്തിൽ ക്രിക്കറ്റിൻ്റെ കാര്യം മാത്രമല്ല, നമ്മളിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെ ഇത്രയും ആരാധകരുള്ള ഒരു പ്ലാറ്റ്ഫോമിന് ഇവിടെ പ്രോഫിറ്റബിളായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സ്പോർട്സ് ഹെൽത്ത് നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കണം. ഇപ്പോൾ ഞങ്ങൾ UK-ലാണ് ഞാൻ താമസിക്കുന്നത്. അവിടേക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ബിസിനസ്സുകൾക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇത്ര രൂപ മിനിമം നിങ്ങൾ സ്പോർട്സിന് സ്പെൻഡ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ ഈ വിൻഡ് മിൽസിൻ്റെ ഈ മറ്റേ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, അവർ വെക്കുകയാണെങ്കിൽ ഇത്ര മിനിമം നിങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ സ്പോർട്സ്, ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും റഗ്ബി ആണെങ്കിലും നിങ്ങൾ ഇത്ര മിനിമം സ്പെൻഡ് ചെയ്യണം എന്നും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലുള്ള ബിസിനസ്സുകളെല്ലാം 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയുടെ ഉദ്ഘാടനങ്ങൾ നടത്തി പോകുന്നു. അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ സിയാൽ 500 കോടി ലാഭം ഉണ്ടാക്കി. സ്പോർട്സിന് എന്ത് കൂടെ അവിടെ ഇപ്പോൾ 450 കോടിയുടെ BCCI സ്റ്റേഡിയം പണിയാണ്. അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. അപ്പം അത് അവരുടെയും കുറ്റമല്ല. കാരണം അങ്ങനെയല്ല ഇപ്പോഴത്തെ സബ്സിഡീസും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. അപ്പോൾ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫണ്ട് എല്ലാ ബിസിനസ്സുകളും സ്പോർട്സിലേക്കും കൂടെ മാറ്റി. കാരണം അവരുടെ കസ്റ്റമേഴ്സും അവരുടെ എംപ്ലോയീസിൻ്റെയും പിള്ളേരും കൂടെയാണ് ഈ കളിക്കുന്നത് അല്ലേ. ഇതുപോലുള്ളൊരു അവസരം നമ്മൾ നിലനിർത്താൻ ഇപ്പം ക്രിക്കറ്റിന് നോക്കിയാൽ BCCI കുറച്ചൊക്കെ ഫണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് KCAക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കാം. പക്ഷേ ഫുട്ബോളും മറ്റ് സ്പോർട്സും അങ്ങനെയല്ല. അപ്പം ഇങ്ങനെ ഒരു മിനിമം സ്പെൻഡും അതിനെന്തെങ്കിലും ഒരു സബ്സിഡി ആയിട്ട് ഗവൺമെൻറ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ബിസിനസ്സുകൾക്കല്ല മറ്റ് ബിസിനസ്സുകളുടെ കോർപ്പറേറ്റ് സ്പെൻഡിൻ്റെ ഇത്ര ഭാഗം സ്പോർട്സിനും കൂടെ ചിലവഴിക്കണം എന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ സ്പോർട്സ് വളരും. അപ്പോൾ നമുക്ക് കാണണ്ടേ നമ്മുടെ പിള്ളേരും നമ്മുടെ അയലോകത്തുള്ള പിള്ളേരും ഒക്കെ സഞ്ജുവിനെ പോലെ വേൾഡ് കപ്പ് അടിക്കുന്നതും അതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതും കാണണമെങ്കിൽ ഇവിടെ ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വേണം. ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വേണമെങ്കിൽ ഇവിടുത്തെ സോഷ്യലി നിന്ന് ബെനിഫിറ്റ് എടുക്കുന്ന ഇപ്പം എത്രയോ സൂപ്പർ മാർക്കറ്റുകൾ, എത്രയോ
വലിയ വലിയ ബിസിനസ്സുകൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സ്പോർട്സിലേക്ക് ഒരു ഇതുമില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സിഡീസും പോളിസീസും ഗവൺമെന്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളം വേറെ ലെവലിൽ പോകും. ടെൻഷനൊന്നും ഇല്ലാന്ന് ആദ്യമേ പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, ഇനി വളരെ കുറച്ച് ദിവസം നമ്മുടെ മുന്നിലുള്ള ഇത്തവണ ബ്ലൂ മാജിക്കിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ്? ബ്ലൂ ടൈഗേഴ്സിന്റെ ഒരു ഇത്തവണത്തെ ഒരു അറ്റാക്ക് എങ്ങനെയായിരിക്കും? ബ്ലൂ ടൈഗേഴ്സ് വളരെ ചില്ലാണ്, ഒരു ടെൻഷനും ഇല്ല. കപ്പ് നിലനിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, നമ്മുടെ ടാഗ് ലൈൻ തന്നെ ഇപ്പം അങ്ങനെ തന്നെയാണ്. ഈ സാല കപ്പ് ബ്ലൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് RCB മുന്നോട്ട് വെച്ച ഒരു ഇത് അത് നമ്മളിപ്പോൾ പിന്തുടരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സ്ലോഗൻ ഇന്ത്യൻ ടീം തന്നെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഇതിലോട്ട് വരുമെന്നുള്ള സത്യം തന്നെയാണ്. സോ ഈ സാല കപ്പ് ബ്ലൂ മീൻസ് ഇത്തവണ കപ്പ് ബ്ലൂ ആകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ടീം വളരെ സന്തുലിതമായ ടീമാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ് ഷുവറായിട്ടും. അത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ കോച്ചിനും അതിൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ വർഷവും ഞങ്ങളെ കപ്പടിച്ച ടീമിൻ്റെ കോച്ചാണ്, അതേ ടീമിനെ തന്നെയാണ് നമ്മൾ നിലനിർത്തിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ എല്ലാ ടീമും മികച്ച ടീം തന്നെയാണ്, നമുക്ക് ഒരാളെയും മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷേ ബ്ലൂ ടൈഗേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ കപ്പടിച്ച ടീമാണ്. ഓരോ ടീം മെമ്പേഴ്സിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും മുൻതൂക്കമുള്ള ഒരു ടീം എന്നുകൂടി നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ തവണയും കോച്ചായിരുന്നു, കഴിഞ്ഞ തവണ കപ്പ് തൂക്കി, ഇത്തവണ കപ്പ് തൂക്കാൻ പോവുകയാണ് എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഇത്തവണത്തെ നമ്മുടെ ഒരു പ്രതീക്ഷ? എല്ലാ കളിക്കാരും ഇത്തരത്തിൽ വേറിട്ട് നിൽക്കുന്ന ആളുകളാണ്, നമുക്ക് ഒരു മുൻതൂക്കം നമുക്ക് ഗെയിമിലുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു കോച്ച് എന്ന നിലയിൽ താങ്കൾ അഡ്രസ്സ് ചെയ്യുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു ക്രിക്കറ്റിംഗ് ഫെസ്റ്റിവലാണുള്ളത്. അപ്പം നമ്മുടെ ബ്ലൂ ടൈഗേഴ്സ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ്. അപ്പോൾ എല്ലാ സീസണും, കഴിഞ്ഞ സീസൺ ആണെങ്കിലും ഈ സീസൺ ആണെങ്കിലും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ആ ഒരു കോച്ചിങ് ടീം വരുന്നത്. കാരണം നമുക്ക് ഇത്രയും പ്ലേയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ ഒരു സ്പെഷ്യൽ രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളും ആ ഒരു സമയവും തീർച്ചയായിട്ടും എംബ്രേസ് ചെയ്യുന്നു. അപ്പം അത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ, നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ ഈ പ്ലേയേഴ്സിലേക്ക് ചെല്ലുകയാണ്. മാത്രമല്ല ഓരോ ദിവസവും നമ്മൾ എംബ്രേസ് ചെയ്യാന്നുള്ളതാണ്. യെസ്, എല്ലാ ടീമും ഈ ഒരു ഗ്ലോറിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച് തന്നെയാണ് വരുന്നത്. അതാണല്ലോ ഈ ടൂർണമെൻറ്റിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഓരോ ദിവസവും അത് എംബ്രേസ് ചെയ്ത് കൃത്യമായിട്ട് മുമ്പോട്ട് പോകാന്നുള്ളത് തന്നെയാണ് എക്സൈറ്റ്മെൻറ്റ്. കഴിഞ്ഞ സെക്കൻഡ് സീസൺ നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ, സാലി സാംസൺ കൂട്ടുകെട്ട് നമ്മൾ വലിയ എക്സൈറ്റ്മെന്റോടെ കണ്ടിരുന്നതാണ് ആ സീസണിലെ കളികളൊക്കെ. അപ്പം ഇത്തവണ സഞ്ജു സാംസൺ കളിക്കുന്നില്ല, സാലി സാംസൺ മാത്രമാണ് കളിക്കുന്നത്. അപ്പം അത് എങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നത്? അത് ടീമിന് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു നമ്മുടെ ഒരു റിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കഴിഞ്ഞ സീസൺ സഞ്ജു ടീമിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് എനർജി ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ടീമിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിലുള്ള ഒരുപാട് പ്ലേയേഴ്സ് നമ്മളിവിടെ ഇത്തവണയും നിലനിർത്തിയിട്ടുണ്ട്. ഒരുപാട് പുതിയ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലൂ ടൈഗേഴ്സ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ചോദ്യം കൂടി ചോദിക്കുകയാണ്, ക്രിസ് ഗെയിലിനെ പോലെ ഒരാൾ ടീമിന്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുക? അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമൊക്കെ തന്നെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അതിൻ്റെ ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. 29th കളി കാണാൻ സ്റ്റേഡിയത്തിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വരണം. പിന്നെ ക്രിസ് ഗെയിലിനെ പോലെയുള്ള ഒരു ലെജൻഡ്, അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞു എന്താണ് ഒരു പല പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സിന് ഒരു ടീം ഓൺ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പം പല സ്ഥലത്തും പുള്ളിക്ക് ഓഫർ വന്നിട്ടും നമ്മുടെ കൂടെ കേരളത്തിൽ നമ്മുടെ ബ്ലൂ ടൈഗേഴ്സിൻ്റെ, ഇപ്പോൾ പുള്ളി ഗ്ലോബൽ ബ്ലൂ ടൈഗേഴ്സിൻ്റെ കോ ഓണറാണ്. അപ്പോൾ നമ്മളിവിടെ KCAയുടെ പ്രോസസ്സും പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്ത് KCAയുടെ നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെയും കൂടെ കോ ഓണറായിട്ട് അദ്ദേഹം വരും, മെൻറ്ററായിട്ട് വരും. അപ്പം അത് വലിയൊരു അഭിമാനമാണ്, വലിയൊരു എന്താ പറയുന്നത്, ഇവിടുത്തെ എല്ലാ ക്രിക്കറ്റ് സ്നേഹിക്കുന്ന എല്ലാവർക്കും അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്ന് അദ്ദേഹം ഒരു ടീം ഓൺ ചെയ്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ജേർണി ഫോർ ഹിം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഡിഫറെൻറ്റ് ജേർണിയാണ്. അദ്ദേഹത്തെ നമുക്ക് സന്തോഷത്തോടെ വരവേൽക്കാം. 29ാം തീയതി രാവിലത്തെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ കളി കാണാൻ എല്ലാവരും സ്റ്റേഡിയത്തിൽ എത്തണം. ക്രിസ് ഗെയിൽസ് അവിടെ ഉണ്ടാവും. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഓണ സമ്മാനമാണ് അത് കേരളത്തെ മലയാളിക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് അത് ഹെഡ്ലൈൻ ആയിട്ട് അടിക്കാം. ഓക്കെ, ക്രിസ് ഗെയിൽ 29 ഓണം. ഓക്കെ, അപ്പോൾ എന്തായാലും കേരളത്തിലെ പ്രേക്ഷകർക്കുള്ള, ആരാധകർക്കുള്ള ഒരു ഓണസമ്മാനമായിട്ട് ക്രിസ് ഗെയിൽ എന്തായാലും 29ാം തീയതിയിലത്തെ കളിക്ക് കാര്യവട്ടത്തുണ്ടാകും എന്നുള്ള കാര്യമാണ് ഇതിപ്പോൾ എന്തായാലും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഓണേഴ്സ് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി പോയിരിക്കുന്നത്. എന്തായാലും അവർ വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണ കപ്പടിച്ച ടീമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. അപ്പോൾ അതേ പ്രതീക്ഷയിൽ, അതേ ആവേശത്തോടെ തന്നെയാണ് അവർ ഇത്തവണയും കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. എന്തായാലും ഇനി 2 ദിവസം മാത്രമാണ് മുന്നിലുള്ളത്. ഒരു 3ാം വട്ടവും സീസൺ 3യിലും കപ്പുമായി പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും ടീം അംഗങ്ങളും ടീം മെമ്പേഴ്സും ഓണേഴ്സും ഒക്കെ തന്നെയും ഉള്ളത്. വീഡിയോ ചാനൽ സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ.